ഹായ് ഹായ്. അപ്പോൾ ഞങ്ങൾ വെള്ളം അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. രാവിലെ അമ്മ വന്നു കേട്ടോ. നമ്മുടെ കുടിവെള്ളം ഈ കിണറ്റിൽ നിന്ന് കേട്ടോ. കണ്ടോ, വലിയ കിണറാണ്. അതിൻ്റെ മോട്ടർ പെരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വന്നു. അമ്മ വന്നിട്ട് 10 മിനിറ്റ് തയ്ച്ചിട്ടില്ല, അപ്പോഴത്തേനും കറണ്ട് പോയി. അമ്മ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കറണ്ട് വരുന്നില്ല. അപ്പോൾ കറണ്ട് വരാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ അമ്മേനോട്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ കനാല് കണ്ടോ, കനാലിൻ്റെ ഇക്കരത്തെ കനാലില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അപ്പുറത്തുള്ള പാലം ചുറ്റിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഒരുപാട് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ നടക്കാനുണ്ട്, ചുറ്റി വളഞ്ഞ് വരുന്നുണ്ട്. കനാലിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ്. വെള്ളം നമുക്ക് കനാല് കടന്ന് കയറിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തും. അപ്പോൾ അതുകൊണ്ട് രാവിലെ അമ്മ വന്നിട്ട് വെയിലൊക്കെ കൊണ്ട് തളർന്ന് വന്നിട്ട് അമ്മ അങ്ങനെ ക്ഷീണിച്ച് കിടക്കന്നെ കേട്ടോ. അമ്മ എണീച്ചിട്ട് തന്നെ ഇല്ല. പിന്നെ അമ്മ പിന്നെ അവിടെ എത്തിയതും പിന്നെ കറണ്ടും വന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട്, മോട്ടർ ടാങ്ക് ഇവിടെ ഇല്ല, കുറച്ച് ദൂരെയാണ് അപ്പുറത്ത്. അപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞു വെള്ളം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി. എന്നിട്ടപ്പോൾ ഞാൻ വന്നു കേട്ടോ. സമയം നട്ടുച്ച തന്നെയാണ് സമയം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരോടത് വിളിച്ച് പറയണം. അപ്പോൾ കുറേ പേര് ചോദിച്ചു, നിങ്ങളെവിടെ കുടിവെള്ളത്തിൻ്റെ എവിടെ നിന്നാണ് കിണർ, എവിടെ എന്താണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ, മോട്ടർ പേര, കുടിവെള്ളത്തിൻ്റെ കിണർ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഉയരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മണ്ണിങ്ങനെ മഴ പെയ്തിട്ടൊക്കെ മണ്ണിരുന്നിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് താഴ്ച വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി വെള്ളം നിറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ കേട്ടോ. ഈ കാണുന്ന കേട്ടോ മോട്ടർ പെര, കിണർ, ഇതിനെല്ലാം നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പോവും. ഇതാണ് അപ്പുറത്ത് ഇതാ കാണുന്നത്, പോസ്റ്റ് കല്ലിൻ്റെ തൊട്ടപ്പുറത്ത് കനാലാണ് കേട്ടോ. അമ്മ പറഞ്ഞു ഇവിടെ ഒന്ന് തണലുണ്ടാവില്ല എന്നൊക്കെ കേട്ടോ. കഷ്ടിച്ച് ഇവിടെ നിൽക്കുക. ഞാൻ എന്നിട്ട് കുടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. കഷ്ടിച്ച് ഇവിടെ നിൽക്കുക. ഈ വാഴക്കൂട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കുക. പോക്ക് വെയിൽ അങ്ങനെ ഇവിടേക്ക് അടിക്കുന്നത് കണ്ടോ. നല്ല വെയിലാണ്. അപ്പം അങ്ങനെ ഇനി വെള്ളം നിറയട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞു. അതിലൊക്കെ പൂട്ടി പോവുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എത്രങ്ങാനും ദൂരം ഉണ്ട് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അപ്പോഴേ അറിയുള്ളൂ കുടിവെള്ളത്തിൻ്റെ പ്രയാസം. കുളമാണ് കേട്ടോ. കുളം എന്ന് പറഞ്ഞാൽ ഈ കനാല് ബണ്ടിക്ക് മണ്ണെടുത്തതാട്ടോ. നോക്കുമ്പോൾ ഇവിടെ നല്ല തിട്ടായിരുന്നു ഇത്ര കേട്ടോ. ഈ തിട്ടത്തു നിന്ന് മണ്ണെടുത്തിട്ട് ഇവിടെ കുളമായതാട്ടോ. ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ. കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽക്കൂടെയൊക്കെ കാട് കയറിയിട്ടേ ഉപയോഗിക്കുന്നൊന്നുമില്ല ആരും. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് മണ്ണെടുത്തിട്ടാണ് കനാല് ബണ്ടൊക്കെ ഇട്ടത്, ഈ മണ്ണൊക്കെ ഇട്ടതെന്ന്. ആ വീട് കാണുന്ന എൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. കനാലിനി ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. ഇനി ഇങ്ങനെ കുറേ നടന്ന് അപ്പുറത്തെ കനാലിൽ കൂടെ വരണം വീട്ടിലേക്ക്. കനാല് ഫുള്ള് വെള്ളമായതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കനാലൊക്കെ കടന്നു കയറിയിട്ട് വരായിരുന്നു. ആ കാണുന്ന പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ കനാലിൽ കൂടെ വരാൻ കേട്ടോ. കണ്ടൊരു പാലം. അങ്ങനെ പാലെത്തി. ആ വലിയ മരമൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നടന്ന് വന്നു അപ്പുറത്ത് കൂടെ. ആ കാണുന്ന കണ്ടോ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പുറത്തെ കനാലിൽ കൂടെ നടന്ന് വന്നു. ഇതുവരെയുള്ളൂ കേട്ടോ കനാല് നേരാക്കിയിട്ടുള്ള റോഡ്. ബാക്കി അങ്ങോട്ട് കട്ട റോഡ് കണ്ടോ. നമ്മുടെ അവിടേക്ക് ഒരു ഏകദേശം ഒരു 100 മീറ്റർ തയ്ച്ചില്ല, അത്രയും കട്ട റോഡാട്ടോ. ഇതാണ് സംഭവം. ഇതാ കണ്ടോ ആ ഒരു പോസ്റ്റ് കാല് നിൽക്കുന്നുണ്ടോ. ആ പോസ്റ്റ് കാലിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ നടന്ന് അങ്ങനെ വരുന്നത്. കണ്ടോ അങ്ങനെ ക്രോസ് ചെയ്ത് ആ പാലം വഴി ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ. ഇതാ നമ്മുടെ വീട്. ഇവിടെ നിന്ന് 2ാമത്തെ പോസ്റ്റ് കാലിൻ്റെ അവിടെ നമ്മുടെ വീട്. അത്രയും കനാല് വെള്ളം കാരണമാട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അത്രയും ദൂരം നമ്മൾ നടന്ന് വരണം. ഏകദേശം ഒരു 15 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വേണം നമുക്ക് കുടിവെള്ളത്തിന് വെള്ളം അടിച്ച് നമ്മൾ തന്നെ ഓരോ വീട്ടുകാരും ഓരോ ദിവസം വെള്ളം അടിച്ചെടുക്കാറാണ് കേട്ടോ. അങ്ങനെ അതാ കാണുന്നത് കണ്ടോ. അതാണ് നമ്മുടെ കിണർ. അതായിരിക്കണം.
മോട്ടർ പെര, കിണർ, അങ്ങനെ ഒരു ദിവസത്തെ ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറത്തെ ഒരു പണി തന്നെയാണ് കേട്ടോ നമുക്ക് വെള്ളം അടിക്കാൻ. അപ്പം ഇന്ന് രാവിലെ പോയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പാവം അമ്മ ഈ വെയിലും കൊണ്ടിട്ട് ഇത്രയും ദൂരം നടന്നിട്ട് ക്ഷീണിച്ചിട്ട് പാവം കിടക്ക. ഞാൻ വരുമ്പോൾ നീച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളല്ലേ, വെള്ളം അത്യാവശ്യമല്ലേ. ഉച്ച കഴിയുമ്പോഴത്തേനൊക്കെ പണി തുടങ്ങില്ലേ, ഉറപ്പിക്കലിനുള്ള ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട്, പിന്നെ എല്ലാവർക്കും നമുക്ക് വെള്ളത്തിന് ആവശ്യം തന്നെ. അപ്പോൾ പിന്നെ വേഗം പോയി അടിച്ചേൻ. നേരം വൈകുമ്പോഴത്തേനും ചിലപ്പോൾ ഇടിയോ മഴയും 2-3-4 ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടേക്കൊക്കെ നല്ല ചാറിപ്പോയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മഴയെങ്ങാനും വന്നാലേ ബുദ്ധിമുട്ടല്ലേറെ. ഞാൻ നട്ടുച്ചയ്ക്ക് തന്നെ പോയി. നല്ല വെള്ളം കേട്ടോ കനാലിൽ, ഫുള്ളും വെള്ളം വിട്ടിരിക്കണം. ഇതാണ് മാക്സിമം അവർ വിടാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ 2-2.5 ആൾക്ക് മീതെ വെള്ളമുണ്ട് കേട്ടത് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്, ആ പോസ്റ്റുകളുടെ നേരം. അയ്യോ, അങ്ങനെ നമ്മുടെ വീടെത്തി. കാണുന്നു വീട്. കഞ്ഞി കുടിച്ചോ? ഞാൻ കഞ്ഞി കുടിക്കാണ്ട് പോയി ആൾ വിളിച്ചിട്ട്.